ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവില്ലേ? നമ്മളോട് സുഖമായിട്ടിരിക്കണേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിന്ന് മത്തക്കയായിട്ട് ഒരു അടിപൊളി പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാമിലിയും ഫുള്ളായിട്ട് ഇന്ന് നമ്മുടെ വീഡിയോയിൽ സജീവമായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ. നമ്മുടെ വീഡിയോ എല്ലാം കണ്ടിട്ട് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ നമുക്ക് കണ്ടാലോ. കിട്ടിയ തേങ്ങ അവിടെ നിന്ന് എടുത്തിട്ടാ രണ്ടെണ്ണം കിട്ടിയ ഇതിപ്പോ ഈ പറമ്പിൽ എടുത്താ തേങ്ങ എടുക്കാൻ പോയിട്ട് ഇപ്പൊ അത് ഒരു തേങ്ങ ആയിട്ട് പോകുന്നുണ്ടല്ലോ. ഈ ഒരു തേങ്ങ ഇതിടാൻ കേട്ടാൽ കുറെ നേരം ഇതിടാനുള്ള ബുദ്ധിമുട്ട് എന്ത് കുലിങ്ങുണ്ട് തലാട്ടിയ അവിടെ കോയക്കാൻ തലാട്ടിയ പോലെ കുഞ്ഞാപ്പ് അവര് തേങ്ങ ഇട്ടത് എടുക്കാൻ വേണ്ടി വിസാൻ പോയതാണ്. ഒന്നനെ കിട്ടുള്ളൂ എന്നാ പറഞ്ഞത്. ആ തെങ്ങുമ്പത്തെ തേങ്ങ ഇട്ടിട്ട് ആ തെങ്ങുമ്പോ തേങ്ങ ഇല്ലാണ്ട് തോട്ടുകൾ വലിച്ചിട്ടുണ്ട്. അതിന് വേറെ പൈസ ലാഭം കിട്ടി. നമുക്ക് കുറെ തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ. തേങ്ങ ആള് വന്നിട്ടുണ്ടായിരുന്നില്ലേ, അന്ന് ഇടാണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് തേങ്ങ ഇടിച്ചില്ല. അപ്പൊ ഇന്ന് നമ്മള് മത്തങ്ങ പായസം വെച്ചിട്ടാണ്. മത്തങ്ങ പായസം ഉണ്ടാക്കും. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുക. കുറെ ഫോണിൽ ഓരോന്ന് കാണാനങ്ങനെ ഉണ്ടാക്കുള്ളൂ. ലീവുള്ളപ്പോൾ ഉണ്ടാക്കാൻ നല്ലത് തോന്നുന്നുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ടെസ്റ്റ് ചെയ്തില്ല. എന്തായാലും പായസം അടിപൊളിയായിട്ട് ഉണ്ടാക്കിയാൽ മതി. ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. നമ്മൾ വിറകിട്ടൊക്കെ തിന്നില്ലേ, അതന്നെ അതൊന്ന് ലൂസാക്കിയിട്ട് പായസം പോലെ ആയിക്കോട്ടെ. അപ്പോൾ പായസം ഉണ്ടാക്കാൻ നേരങ്ങളായിട്ട് കുട്ടികളൊക്കെ സ്കൂളിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വരുന്നതിൻ്റെ മുന്നേ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ നേരെ വൈകി. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതാ നമ്മൾ പായസം വെക്കാനുള്ള മത്തങ്ങൾക്കൊന്ന് ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു ഇടത്തരം മത്തങ്ങ നോക്കിയിട്ടാണ് കേട്ടോ എടുത്തുള്ളത്. അത്യാവശ്യം മൂപ്പായിട്ടുള്ളത് തന്നെയായിരുന്നു. അതൊക്കെ ഇതാ കഴുകിയിട്ട് നമ്മൾ കുക്കറിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒന്ന് ചെറിയ പീസുകളാക്കിയിട്ടാണ് ഞാനത് കട്ട് ചെയ്തെടുത്തുള്ളത്. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 1-2 വിസിലടിക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. എല്ലാം ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കണുള്ളൂ കേട്ടോ. എന്നുവെച്ചാൽ പായസത്തിൽ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കും. ഇതെന്താ? ഇത് ശർക്കര മെൽറ്റ് വാങ്ങിച്ചതാ. 4 ശർക്കരയാണ് കേട്ടോ എടുത്തുള്ളത്. അത് അധികം വെള്ളം ഒഴിക്കാണ്ട് എടുക്കണം. അധികം വെള്ളം ഒഴിക്കരുത് കേട്ടോ. വെള്ളം കൂടിക്കഴിഞ്ഞാലേ വെള്ളം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസം ലൂസാവും. അതുകൊണ്ട് ശർക്കരയിൽ നമ്മൾ അധികം വെള്ളം ഒഴിക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേഗം ഒരുക്കിയെടുക്കുക. എത്ര വിസിലോ? 2 വിസിലടിച്ചോട്ടെ, പിന്നെ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പം നന്നായിട്ട് വേട്ടല്ലേ. അപ്പം ഇതോ? ഇത് 1-ാം പാല്. ഇത് നമ്മള് 2-ാമത്തെ പാലെടുക്കില്ലേ, അതാണിത്. അങ്ങനെയാണ് ഇപ്പൊ 2 വെച്ചില്ല. ഞാൻ വിചാരിച്ച എന്താണ് ഇത് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കണതാ. എന്നിട്ടൊന്നും ഇങ്ങോട്ട് തിക്കായി വന്നു കഴിഞ്ഞാല് ലാസ്റ്റ് ഇറക്കാൻ നേരത്തെ ഇത് ഒഴിച്ചു കൊടുക്കും. ഇത് അരിയ പച്ചരി? പച്ചരി കുറച്ച് മതി. ഈ പച്ചരി നമുക്കൊന്ന് അരച്ചു കൊടുക്കണേല് അതൊരു തരിക്കും, പിന്നെ ഒരു കുറുക്കാൻ കിട്ടാനൊക്കെയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടാ. ഈ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ആ ഭാഗത്തുള്ള സംഭവം ഇവിടെ മത്തങ്ങ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, അത്ര വെള്ളം ഒഴിച്ചിട്ട് നോക്കിയാലും വെള്ളം പിന്നെ കുഴപ്പമില്ല കേട്ടോ. ഉറച്ചെടുക്കാം. നന്നായിട്ട് അറിയൊന്നും വേണ്ട കേട്ടാ. ഇടയിൽ ഒരു കഷ്ണം കടിക്കാൻ പറഞ്ഞാൽ നല്ലതല്ലേ, ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഈ ചട്ടിയിലേക്ക് ഒഴിക്കാം. ഈ ചട്ടിയിലേക്ക് ഒഴിക്കും. അത് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യിട്ട് കൊടുത്ത്, നെയ്യാണ് പായസത്തിൻ്റെ മെയിൻ അല്ലേ. ഇപ്പം മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ ലാസ്റ്റ് ഒന്ന് നെയ്യൊന്നും ഒഴിക്കണ്ടല്ലോ. ഇതിങ്ങനെ ആദ്യം ചെയ്താൽ പിന്നെ ഈ അരച്ച മത്തങ്ങല്ലേ അത് അതിൽക്കണ്ട് ഇട്ട് കൊടുക്കാം. കരിയുണ്ടോ? കരിയില്ലേ? ഞാൻ കളയണമെന്നില്ല. രസം കളയുണ്ടോ?
നിസാനത് എങ്ങനെ നോക്കി വന്നു നിസാനൊക്കെ അങ്ങനെ ഇതിലിട്ട് കൊടുക്കട്ടോ അരച്ച മത്തങ്ങ. ഇനി നമുക്ക് ഒരു ട്രിപ്പ് കൂടി അരച്ചെടുക്കാം. ചക്ക വരയ്ക്കാൻ പോലെയുണ്ടല്ലേ ബാക്കിയുള്ള മത്തങ്ങ കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. കുറച്ചെല്ലാം ഇറക്കണ്ടുള്ളൂ, അധികം അടിച്ച് നല്ല അരഞ്ഞിട്ട് കഷ്ണമൊന്നും ഇല്ല ഇതില്. ഒന്നും കൂടെ അരക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പുറത്ത് എന്തിനോ വേണ്ടി തിളക്കുന്ന ഒരു ശർക്കരയാണ്. അതിൻ്റെ സമയം നോക്കിയിരിക്കുകയാണ്, എപ്പോഴാണ് ഞാൻ വിളിക്കുക, എപ്പോഴാണ് ഞാൻ ഇരിക്കുന്നത്. അത് ഓഫാക്കി വെച്ചാലേ പിന്നെ കട്ടി ഓടി. അത് ഞാൻ ചെറിയ തീയിൽ അങ്ങനെ തന്നെ കൊടുക്കും, പിടിക്കുന്നില്ലല്ലോ. ഇളക്കി കൊടുക്കട്ടാ. അതെ, ഞാന് മുന്നേ വീഡിയോ ഒക്കെ ഇട്ടായിരുന്നില്ലേ, അപ്പൊ എല്ലാരും ചോദിക്കലുണ്ട് എന്താ ഈ ചട്ടിയില് പത്തിരിക്കൊക്കെ പൊടി വാട്ടണെന്നേ, ചീഞ്ചട്ടി അല്ലേന്നൊക്കെ ചോദിക്കലുണ്ട്. നമ്മളിത് വേറെ ഒന്നും എടുക്കലില്ല, ഇത് പത്തിരിക്ക് പൊടി വാട്ടാൻ മാത്രം. അങ്ങനെയുള്ളതിനാണ് ഈ ചട്ടി എടുക്കാറ്. അതാണ് കേട്ടോ ഇപ്പൊ ഇതില് പായസം കൂടി വെക്കണത്. കുറച്ച് കട്ടിയുള്ള പാത്രമാണ്, അതാണ്ട് അത് എടുത്ത്. അങ്ങനെ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ശർക്കരയുടെ സമയമായി. ശർക്കര അരിപ്പട കൊടുക്കണം കേട്ടോ. ശർക്കര നല്ല തിക്കിലാക്കിയെടുത്ത കാരണേ അരിപ്പേന്ന് ആയിക്കോട്ടെ കുറച്ച് പണി. അത് ശർക്കരയുടെ പറയില്ല. ഇത് പച്ചരി അല്ലേ? പച്ചരി ഇതിനാണ് അപ്പോൾ അരിച്ചത്. ഇത് രണ്ടാം പാലാട്ടാ. രണ്ടാം പാൽ അത് ഒഴിക്കാം. രണ്ടാം പാൽ എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ അരച്ചെടുക്കില്ലേ സാധനം, അതാണ് ഒന്നാം പാല്. ആദ്യം എടുക്കണം ഒന്നാം പാല്, പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കണം രണ്ടാം പാല്. അടുക്കളയിലൊന്നും കയറുന്നില്ലെങ്കിലും അതൊക്കെ കല്യാണത്തിനൊക്കെ കുറേ പിഴിയാനൊക്കെ പോയില്ലല്ലോ പഴയ കാലത്ത്, പണ്ടേ കാലത്ത്. കുറേ കല്യാണങ്ങൾക്ക് കൂട്ടുകാരെ പെങ്ങന്മാരെ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ സദ്യക്ക് എല്ലാവരും കുറച്ച് ഇരിക്കും. തോർത്തുമുട്ടിലൊക്കെയാണ് പിഴിഞ്ഞെടുക്കാൻ രസമല്ലേ. ഇന്നിപ്പോൾ ഇവിടെ എന്തൊക്കെ റെഡിമെയ്ഡ് മേടിച്ചിട്ട് ഒഴിച്ചുണ്ടാക്കില്ലേ. ഒന്നാം പാല് നേരത്തെ ഒഴിച്ച രണ്ടാം പാല്. സാധാരണ ഇതിപ്പോ ബാക്കിൽ പോകുന്നില്ലേ, എല്ലാരും 1, 2 എന്നാ പറയാ. ഇതിപ്പോ 2, 1 അതിന്റെ ചരിത്രം എന്താ? ആദ്യം രണ്ടാം പാല് ഒഴിക്കുക, പിന്നെ ആദ്യം രണ്ടാം പാല് വെച്ചിട്ട് നല്ല കട്ടിയുള്ളതല്ലേ, അപ്പൊ നമുക്ക് കുറച്ചും കൂടി കട്ടിയിലാവാൻ പഴമയുടെ അതുപോലെ കാട്ടു. ഞാൻ ഇളക്കട്ടെ. റിസാളിക്കപ്പം ഒന്ന് കുടിക്കാൻ പറ്റിയാണ്. കട്ട പിടിക്കണ ഇല്ല ഇല്ല, അടിപൊളിയായിട്ട് ഇത്ര മതി കേട്ടോ. ഓഫ് ചെയ്യാണ് അത് കാണിക്കാൻ. നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇപ്പൊ താഴ്ന്നു പോകണേ. പഞ്ഞല്ല പൊരിയാണെങ്കിൽ കിട്ടാൻ പൊരിയാണെങ്കിൽ പൊക്കി കിട്ടും. പായസം റെഡി ആയിട്ടുണ്ട്, മത്തങ്ങ പായസം. ഇനി കഴിക്കാൻ വേണ്ടതോ അടിപൊളി. കുറച്ചേരം ഇരുന്നോട്ടെ, ഒന്ന് സെറ്റ് ആയിക്കോ അല്ലേ. അടച്ചേട്ടാ, തിങ്കളാഴ്ച പായസം അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അവസാനത്തെ സെക്ഷനിലേക്കാണ് പോണത് കേട്ടോ. സെക്കൻഡ് ലാസ്റ്റ് ലക്കാ പോവാൻ വേണ്ടി നിൽക്കുകയാണ്. കുടിയും കഴിഞ്ഞ ലാസ്റ്റായി. കാക്കൊന്ന് കോയമ്പത്തൂര് പോകണം. അപ്പൊ ഞാൻ വേഗം പൊടുക്ക് ചൂടാറൊക്കെ ചെയ്തിക്കണ്. കുറച്ച് ചൂടുള്ളൂ തരാ. ഓരോരുത്തരടുത്ത് അപ്പൊ അടിപൊളിയായിട്ട് കുടിക്കട്ടെ. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. ഇത് മത്തന്ന് പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ.
അതെ പിന്നെന്താ ഇത് കൊടുത്തു കഴിഞ്ഞത് എന്ത് പായസം ചോദിച്ചാലപ്പോ പായസം പറയില്ല രസമായില്ല കഷ്ടമായിരുന്നു എന്റെ കണക്കിൽ കൂട്ടില്ലായിരുന്നു അതെന്ത് കൊടുത്താലും അങ്ങനെ ഇഷ്ടായില്ല ലേസ് വേണം എനിക്ക് ആ തന്നെ ലേസ് അടപ്രഥമൻ പോലെ ഉണ്ടാ എന്തുണ്ട് എന്ത് ജ്യൂസാ അല്ല എന്ത് പായസാ തെറ്റ് പറയ് മത്ത മത്ത അല്ലേ പറഞ്ഞ ഗ്യാസ് ഞങ്ങള് കുടിക്കുമ്പോ അയാൾ പറഞ്ഞേ ഞമ്മള് വെച്ച കാരണം അറിയുന്നത് അപ്പൊ നമുക്ക് ചേച്ചീനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം അറിയില്ല. അങ്ങനെ നമ്മളെല്ലാവരും കൂടി പായസം എല്ലാം കുടിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നമ്മൾ മീമാടമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ അവിടെ ഇരുന്ന് ഉമ്മാനെ കൊടുന്നാക്കാനും പിന്നെ ഇവിടുന്ന് ഒരുമിച്ചാണ് കേട്ടോ കോയമ്പത്തൂർക്ക് പോവുക. അപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ അവനൊരു ഗ്ലാസ് കൊടുത്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അവൻ പറയുമോ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് പായസമാണെന്ന് പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നതാണ്. നോക്കുമ്പോൾ അവൻ പറയാൻ പോലും കിട്ടണില്ല. അവനിന്നല്ല ആർക്കും മനസ്സിലാവില്ല കേട്ടോ, പിടുത്തം കിട്ടില്ല പെട്ടെന്നൊന്നും. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.